ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ, നമുക്ക് ഈ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഫീൽ ഉണ്ടായിട്ടില്ല അല്ലേ, കുട്ടികളില്ലല്ലോ, അങ്ങനെ ഒരു സ്ഥലത്തുനിന്നും എൻ്റെ വീട്ടിൽ നിന്നോ ഇയാളുടെ വീട്ടിൽ നിന്നോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇനിയിപ്പോൾ ഇത്രയും വയസ്സായില്ലേ, ഇനിയൊരു കുട്ടിയെ വളർത്തണ്ടേ? ആരോഗ്യമുള്ളവരുടെ കുട്ടികളെ മര്യാദക്ക് വളർത്താൻ പറ്റില്ല, വരുന്ന കാലം പോവുക പിള്ളേർ. അപ്പോൾ ഇപ്പം നമ്മൾ ഇത്രയും പ്രായം, ഇനിയൊരു കുഞ്ഞായി കഴിഞ്ഞാൽ അതിനൊരു നല്ല പ്രായത്തുമ്പോൾ ഞങ്ങൾ ഏത് ടൈമായിരിക്കും? ഈ പറഞ്ഞ പോലെ അതുങ്ങളൊരു 10-12 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ അനാഥാലയത്തിൽ കൊണ്ടുവരണം, എന്നാലും അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം ആവുകയാണെങ്കിൽ ആവട്ടെ, അത്ര ഉള്ളൂ. ട്രീറ്റ്മെൻറ്റില്ല, ദൈവം തരുവാണി തരട്ടെ. ആ, ട്രീറ്റ്മെൻറ്റൊന്നുമില്ല. ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ഇടയ്ക്ക് എടുത്തു. ഒരു പ്രാവശ്യം പോസിറ്റീവ് ആവുകയൊക്കെ ചെയ്തതാണ്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇപ്പം ഒന്നും. അതെ, ഈ ഫിസിക്ക് പ്രശ്നമുണ്ട് നമുക്ക് ശരീരം. നമ്മൾ ഈ പെറ്റ്സിനെ കൂടുതൽ മാറ്റിയത് അതുകൊണ്ട് തന്നെയായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഡോക്ടർ തന്നെ പറഞ്ഞു ഇവരെയൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ അലർജി പ്രോബ്ലം, വീട് തന്നെ പോകുള്ളൂ. അലർജി ഭയങ്കര ഇഷ്യൂ. ഇപ്പോഴും അത് ഇങ്ങനെ ഓരോ മാസവും നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഈ ഇതിൻ്റെ ഇവരെ കൊണ്ടുനടക്കണോണ്ടേ, എൻ്റെ അനിയൻ്റെ കൂട്ടുകാർ വന്ന് ഷിഫ്റ്റിങ്ങിന് വന്നു, വീട് ഷിഫ്റ്റിങ്ങിന് വന്നു. കൂട്ടുകാർ വന്ന് എല്ലാ സഹായം എന്നിട്ട് വീട്ടിൽ പോയപ്പോൾ അവൻ വിളിച്ച് ചോദിച്ചു എങ്ങനെ ഉണ്ടാകുന്നത്. അത് നിൻ്റെ ചേട്ടൻ്റെ വീടല്ല, ജംബോ സർക്കസ് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത്. അത്രയും മാത്രം ആൾക്കാരല്ലേ കൊണ്ടുപോകണത്.